എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഇന്ന് രാത്രിയോടെയോ അല്ലെങ്കിൽ എന്തായാലും ഇന്നൊരു രാത്രി 10 മണിയോടെയൊക്കെ തന്നെ വന്നില്ലെങ്കിൽ നാളെ രാവിലെ നിങ്ങൾ എണീക്കുന്നതിന് മുമ്പ് തന്നെ എന്തായാലും തന്നെ റിസൾട്ട് വന്നിരിക്കും. അപ്പോൾ എന്തായാലും നാളെ രാവിലെ നിങ്ങൾ എണീക്കുന്നതിന് മുമ്പ് എന്തായാലും റിസൾട്ട് വന്നിരിക്കും. അപ്പോൾ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് പല വിദ്യാർത്ഥികളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. +1 അലോട്ട്മെൻറ്റ്, +1 റിസൾട്ട്, +2 ഇമ്പ്രൂവ്മെൻറ്റ്, എക്സാം ടൈം ടേബിൾ, എക്സാമിൻ്റെ ആൻസർ കീസ് എന്നിങ്ങനെയുള്ള നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസുകളൊക്കെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 100 പേർ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് മാത്രമേ ഈ ചാനലിൽ കൂടെ ഉപകാരപ്പെടുന്നുള്ളൂ. ഞാൻ ഒരു ഫേക്ക് ന്യൂസ് പോലും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ഉപകാരം. ഇപ്പം 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ബാക്കി 90 പേർ സബ്സ്ക്രൈബ് ചെയ്യാതെ പോയാലും ഒരു 10 പേർക്ക് 100 പേര് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ തന്നെ ഒരു നല്ല നിലത്തും. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് പിന്തുണയ്ക്ക്. നിങ്ങൾക്കതിൻ്റെ ഗുണം എന്തായാലും ലഭിക്കും. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണം പലതുമായിരിക്കും. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ്, +1ൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇതുവരെ പ്രസിദ്ധീകരിച്ചില്ലല്ലോ എന്ന്. അപ്പം നിങ്ങൾ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഏതാണ്ട് ഈ സമയമൊക്കെ ആയപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്, ഇന്ന് പ്രസിദ്ധീകരിക്കില്ല, നാളെ വരുള്ളൂ, മറ്റന്നാളെ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. വിദ്യാർത്ഥികൾ ഇത് ഫേക്ക് ന്യൂസ് വരെയാണ് അപ്ലോഡ് ചെയ്യുന്നത് വരെ. ഫസ്റ്റ് ഇവിടെ ഈ വീഡിയോ ഞാൻ എടുക്കുമ്പോൾ ഇവിടെ സെക്കൻഡ് സപ്ലിമെൻ്ററി ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ലല്ലോ. നിങ്ങൾക്ക് ആ വീഡിയോ കേട്ട് നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് ഒരു വ്യത്യാസമില്ല. ഈ സെക്കൻഡ് എന്ന സ്ഥാനത്ത് ഫസ്റ്റ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ആ ടൈമിൽ. അന്നേരം പല വിദ്യാർത്ഥികളും പറഞ്ഞു ഇന്ന് വരില്ല, ഫേക്കാണ്. പക്ഷേ എന്ത് സംഭവിച്ചു? നിങ്ങൾ രാവിലെ എണീറ്റ് വരുമ്പോൾ, നിങ്ങൾ ഫോണ് തുറന്ന് യൂട്യൂബ് തുറക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ എൻ്റെ വീഡിയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റൊരു യൂട്യൂബ് ചാനലുകാരൻ്റെ വീഡിയോ ആയിക്കോട്ടെ, ഏതൊരു ചാനൽ നിങ്ങൾ എടുത്ത് നോക്കി അല്ലെങ്കിൽ യൂട്യൂബ് തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം കണ്ടത് എന്തായിരിക്കും? +1ൻ്റെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ത് ചെയ്തു? പ്രസിദ്ധീകരിച്ചു എന്ന്. സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞില്ല. ഇതല്ലേ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ +1ൻ്റെ ഒക്കെ കാലത്ത് ഞാൻ എന്ത് ചെയ്യും, യൂട്യൂബ് വിദ്യാഭ്യാസപരമായ വാർത്തകളിടുന്ന എല്ലാ യൂട്യൂബ് ചാനലുകളെയും മിക്ക യൂട്യൂബ് ചാനലുകളെല്ലാം ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും. അതായത് എന്താണ് ഞാൻ +1ൻ്റെ ടൈമിൽ +1 അലോട്ട്മെൻറ്റിനെ കുറിച്ച് അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ നേരം വെളുത്ത് കഴിഞ്ഞാൽ ചില സമയത്ത് നേരം വെളുക്കേണ്ടി വരില്ല. കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റിലാണ് എനിക്ക് സീറ്റ് കിട്ടുന്നത്. GHS തായ്നൂർ സ്കൂളിൽ ഹ്യൂമാനിറ്റീസിനാണ് സീറ്റ് കിട്ടുന്നത്. അപ്പം ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റും ഞാൻ നോക്കിയ സമയം എന്ന് പറയുന്നത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും ഞാൻ നോക്കിയത് ഏതാണ്ട് രാത്രി 1 മണിക്കും 2 മണിക്കും ഇടയിലൊക്കെയാണ്. കാരണം ഇന്ന് റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്ന്. പക്ഷേ എന്ത് ചെയ്യില്ല, നാളെ രാവിലെ വരെ നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞ് നാളെ പ്രസിദ്ധീകരിക്കുമെന്നായിരിക്കും അവർ പറയുന്നത്. പക്ഷേ എന്ത് ചെയ്യില്ല, നാളെ എന്ന് പറഞ്ഞാൽ ഇന്ന് വരുന്ന സമയമാണ്. നാളെ വരുമെന്ന് പറഞ്ഞാൽ ഇന്ന് വരുന്നതാണ് അലോട്ട്മെൻറ്റ് +1ൻ്റെ. അപ്പോൾ എന്ത് ചെയ്യും, റിസൾട്ട് അങ്ങനെ പ്രസിദ്ധീകരിക്കും. രാത്രി ഉറക്കം വരില്ലാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ എന്താണ് അവസ്ഥ, സീറ്റ് കിട്ടുമോ എന്നുള്ള ധാരണയിൽ രാത്രി ഉറക്കം അടച്ചിരുന്ന് നോക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, എനിക്ക് സീറ്റ് കിട്ടിയില്ല, എന്നാൽ വെയിറ്റ് ചെയ്തു. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു, രാത്രി ഉറക്കം അടച്ചിരുന്നു. രാത്രി എന്ത് ചെയ്തു രാത്രി ആദ്യം എന്ത് ചെയ്യുന്നു, ഉറങ്ങുന്നു. എന്നിട്ട് ഒരു 10 മണിയാകുമ്പോൾ പിന്നെ അന്നൊരു ദിവസം ഒരു 11 മണിയാകുമ്പോൾ എണീക്കുന്നു. അപ്പോൾ നോക്കിയപ്പോൾ റിസൾട്ട് വന്നില്ല. പിന്നെ എന്ത് ചെയ്തു, 1 മണിയായപ്പോൾ ഒന്ന് വീണ്ടും ഉറക്കം തെളിഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ എന്ത് ചെയ്തു, റിസൾട്ട് വന്നപ്പോൾ ആദ്യം എണീറ്റ് നോക്കിയത് എന്താ, റിസൾട്ടാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ സീറ്റ് ഉണ്ടോ എന്ന്. അതിലും നിരാശപ്പെട്ടു പോയി. കാരണം രാത്രി 1 മണി വരെ ഉറക്കം വളച്ചിരുന്ന് നോക്കിയിട്ടും അതിലും നിരാശപ്പെട്ടു പോയി. എന്നാലും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി കാത്തിരുന്നു. തേർഡ് അലോട്ട്മെൻറ്റ് എന്ത് ചെയ്തു, അന്നത്തെ ദിവസം രാവിലെ ഒരു ഞായറാഴ്ചയാണ് റിസൾട്ട് വന്നത്, ഒരു സൺഡേ ആണ് റിസൾട്ട് വന്നത്. ഞാൻ സൺഡേ രാവിലെ 8 മണിക്ക് റിസൾട്ട് വരുമെന്നായിരുന്നു അന്ന് അറിയിച്ചത്. പക്ഷേ 7 മണിയായപ്പോൾ റിസൾട്ട് വന്നു. ഞാൻ അറിയുന്നത് 7:45-നാണ്.
അറിഞ്ഞപ്പോഴേ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, അറിഞ്ഞപ്പോഴേ വേഗം ഫോൺ എടുക്കുന്നു, എന്ത് ചെയ്തു, റിസൾട്ട് എന്ത് ചെയ്യുകയാണടാ, വേഗം നോക്കുകയാണ്. നോക്കിയപ്പോഴാണത് സന്തോഷ വാർത്ത. ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അവഗണിക്കപ്പെട്ടു പോയ ഞാൻ തേർഡ് അലോട്ട്മെൻറ്റിൽ ഒന്നാമത്തെ ഓപ്ഷനിൽ ഒന്നാമത്തെ കോഴ്സ് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചു. GHSS തായ്നൂർ സ്കൂള് ഹ്യൂമാനിറ്റീസ് കോഴ്സിന്, കാസർഗോഡ് ജില്ലയിലെ GHSS തായ്നൂർ സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് കോഴ്സിന് അലോട്ട്മെൻറ്റ് ലഭിച്ചു. അപ്പോൾ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്ക് രാവിലെ എണീക്കുന്നതിന് മുമ്പ് റിസൾട്ട് എന്തായാലും ലഭ്യമാകും. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റു സംശയമാണ്, റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, HSCAPൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറാൻ സാധിക്കും. hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറുക. ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നൊരു ലിങ്ക് അവിടെ കാണും. ചെറുപ്പക്കാരി, ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല കേട്ടോ. നമ്മൾ പ്രീമിയർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ ആ ലിങ്ക് അവിടെ വരും കേട്ടോ, അന്നേരം നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല, നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ പോയി നോക്കണ്ട, ലിങ്ക് അവിടെ ഇല്ല കേട്ടോ. ലിങ്ക് എപ്പോൾ വരും, വരുമ്പോൾ എന്ത് ചെയ്യും, അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ എന്തുണ്ട്, നിങ്ങളെ കഴിഞ്ഞും തീഷ്ണതയോടുകൂടി ഇവിടെ ഞാൻ ഇരിപ്പുണ്ട്. കാരണം എനിക്ക് എൻ്റെ ചാനലിൽ കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇതുവരെയും സീറ്റ് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ കൃത്യമായും അത്ര ആത്മാർത്ഥതയോടെ ഞാൻ എന്ത് ചെയ്യും, റിസൾട്ട് വരുന്നവർ നിങ്ങളിലേക്ക് അറിയിക്കും. കാരണം എന്ത് ചെയ്തോ, പല വിദ്യാർത്ഥികളും റിസൾട്ട് വന്നു കഴിയുമ്പോൾ എനിക്ക് കിട്ടി എന്നൊക്കെ എന്ത് സന്തോഷത്തോടെയാണെന്നറിയോ കമൻറ്റിൽ പങ്കുവെക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പക്ഷേ അതിൽ കാൻഡിഡേറ്റ് ലോഗിൻ SWS ലിങ്ക് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ എന്ത് ചെയ്യും, ആപ്ലിക്കേഷൻ ID, പാസ്വേഡ്, ഡിസ്ട്രിക്റ്റ്, ജില്ല നൽകി ലോഗിൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നൊരു പച്ച അക്ഷരത്തിലാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചു. സോറി, യു ഹാവ് നോ അലോട്ട്മെൻറ്റ്, വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്നൊരു ചുമന്ന അക്ഷരത്തിലാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല. അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളൊന്നും യാതൊരു കാരണവശാലും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് അറിയേണ്ട ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ മുമ്പിൽ എന്തും കൂടി ഉണ്ടറാ, സ്പോട്ട് അഡ്മിഷൻ ഉണ്ട്. നിങ്ങളുടെ മുമ്പിൽ സ്പോട്ട് അഡ്മിഷൻ നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനും കൂടെ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡ് ആൻഡ് ടൈം ഫോർ വാച്ചിങ്. ബൈ.